നീ നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് വേദപ്രമാണം അനുശാസിക്കുന്നത്. നാം ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗത്സ്മേൽ തോട്ടത്തിൽ വെച്ച് പത്രോസ് ഒരു പടയാളിയെ വാളെടുത്ത് വെട്ടി. അപ്പോൾ ഈശോ അരുളി ചെയ്തത്, നീ നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും എന്നാണ്. അതുപോലെ നമ്മെ ആക്രമിക്കാൻ വരുന്നവരും സ്വയം നശിച്ചുകൊള്ളുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അടങ്ങിയിരിക്കണമെന്നാണോ അങ്ങയുടെ അഭിപ്രായം? അവരെ സമാധാനപരമായ മാർഗങ്ങളിലൂടെ നേരിടണം. അവർക്ക് നമ്മുടെ രാജ്യം, ഇവിടത്തെ ഭരണാധികാരമാണ് ആവശ്യം. അത് നാം വിട്ടുകൊടുത്തുകൊണ്ട് സമാധാനം പാലിക്കണം. നമ്മുടെ അഭിമാനം അടിയറ വയ്ക്കണം. ആരും ആരുടെയും അടിമകളല്ല, ആരെയും അടിമകളാക്കാനും സാധ്യമല്ല. ഇത് വേദാന്തികളുടെ സിദ്ധാന്തമാണ്. തന്റെ രാജ്യം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ് ഒരു രാജാവിന്റെ ധർമ്മം. നിരപരാധികളെ കൊന്നൊടുക്കുകയാണോ രാജ്യരക്ഷ, രാജധർമ്മം? ശത്രുസംഹാരം രാജനീതിയാണ്. ശത്രുക്കൾക്ക് മാത്രമല്ല, മിത്രങ്ങൾക്കും നാശം വരുത്തുന്നതാണ് യുദ്ധം. അതിന്റെ എല്ലാ കെടുതികളും നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശത്രുക്കളുടെ കാരുണ്യത്തിന് വേണ്ടി കാലുപിടിക്കാൻ ഏതായാലും നമുക്ക് സാധ്യമല്ല. കാരുണ്യത്തിന് വേണ്ടി കർത്താവിന്റെ കാല് പിടിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല ആക്ഷേപം തോന്നുന്നുണ്ടോ? നാം ഈശ്വരവിശ്വാസിയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും. വരണം, ഇരുന്നാട്ടെ. അവിടുത്തെ സ്വീകരിക്കുവാനുള്ള കെൽപ്പ് എനിക്കില്ല. എങ്കിലും ഇവിടേക്ക് എഴുന്നള്ളി നിലയ്ക്ക് കൊള്ളാം. ഗുരുനാഥയുടെ സൽക്കാരം ശിഷ്യക്ക് അനുഗ്രഹമല്ലേ? ഞാൻ ധന്യയായി. ഇരിക്കണം. പാലാണ്, കുടിക്കണം. തോമ എന്നാണ് പേര്. യുദ്ധം കൂടാതെ തന്നെ രാജാവിനെ രക്ഷിക്കാമെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടത്രേ. അതെങ്ങനെ? വലിയ സിദ്ധനാണ് അദ്ദേഹം. വിചാരിക്കാൻ നടക്കാത്ത കാര്യങ്ങളിൽ. എന്താ, വല്ല മന്ത്രശക്തി ഉപയോഗിക്കുമെന്നാണ്? എന്തോ, അതൊന്നും എനിക്കറിഞ്ഞു. അപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. മഹാരാജാവിന് അദ്ദേഹത്തെ വലിയ വിശ്വാസമാണെന്ന്. വളരെ സന്തോഷം. ആ വിശ്വാസം ഞങ്ങളുടെ ആക്രമണത്തോട് അവസാനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന എന്തോ ശക്തിയുണ്ടെന്നുള്ളത് തീർച്ചയായും. എന്നാൽ മനുഷ്യനെ പറ്റിക്കാനുള്ള വല്ല തന്ത്രങ്ങളും അയാൾക്കറിയാമായിരിക്കും. ആ തന്ത്രം കൊണ്ട് നമ്മുടെ തന്ത്രം ഫലിക്കാതെ വന്നാൽ? മഹാരാജാവിനോട് അയാൾക്ക് അത്രയ്ക്ക് താല്പര്യമാണ്. ആ കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതില്ലാതാക്കിയാൽ മതിയോ? എങ്ങനെ? മഹാരാജാവിനോട് തോമായിക്ക് വൈരാഗ്യം തോന്നണം. അതിനുള്ള മാർഗം നിങ്ങൾ സൃഷ്ടിക്കണം. അതിനുള്ള മാർഗം ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്. മഹിബല്ല, ഇതെന്റെ ഒരു അകന്ന ബന്ധുവാണ്. മഹിബാൽ ഞങ്ങളുടെ ചാരപ്രധാനി. പരിചയപ്പെട്ടതിൽ വളരെ എന്തെങ്കിലും വിശേഷമുണ്ടോ? നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ കുശല പ്രശ്നം നടത്തുകയല്ലേ? ഞാൻ പിന്നീട് വരാം. ഒരു വശം ആകെ തളർന്നു. പക്ഷേ ജീവിത അപകടമൊന്നും ഉണ്ടാകില്ല. എഴുന്നേൽക്കാനോ നടക്കാനോ സാധിച്ചില്ലെന്ന് വന്നേക്കാം.
എന്റെ പൊന്നുമോനെ സമാധാനിപ്പിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനും മനുഷ്യനുമിടയിൽ മധ്യസ്ഥാനത്താണ് മനുഷ്യനായ ഈശോ മിശിഹ. അവിടുന്ന് തന്നെ തന്നെ വീണ്ടെടുപ്പ് ബലിയായി സമർപ്പിച്ചു. യഥാകാലം അവിടുന്ന് സാക്ഷ്യം നൽകി. പ്രസ്തുത സാക്ഷ്യത്തിന്റെ അപ്പസ്തോലനും പ്രാസംഗികനുമായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. ജഗദീശ്വര, ഈ ജന്മദിനത്തിന് എന്റെ മകൾ നൃത്തം ചെയ്യണമെന്നില്ല. എന്റെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടാൽ മതിയായിരുന്നു. തിരുമേനിയെ അധൈര്യപ്പെടും. അരമന വൈദ്യരാൽ ആകാവുന്നതൊക്കെ ചെയ്യുന്നു. അതുപോലെങ്കിൽ വിദഗ്ധന്മാരായ വൈദ്യന്മാരെ എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരാം, ചികിത്സിപ്പിക്കാം. വിശുദ്ധ തോമയെ ഇതുവരെയും വിവരമറിയിച്ചില്ല. അദ്ദേഹം ദിവ്യനല്ലേ? ദിവ്യദൃഷ്ടി കൊണ്ട് ഇതിനകം അറിഞ്ഞിരിക്കും. തിരുവുള്ളക്കേട് തോന്നരുത്. അവളിന്ന് അദ്ദേഹത്തെ ആരാധിക്കുന്നത് അപകടമാണ്. ഒരു മഹാത്മാവിനെ പൂജിക്കുന്നതിൽ എന്താണ് ആക്ഷേപം? മഹാത്മാവാണെങ്കിൽ പൂജിക്കണമെന്നേ. അല്ലെന്നാണോ വിക്രമന്റെ അഭിപ്രായം? രാജഗുരുവിന്റെ അനുഭവം ആവർത്തിക്കണമെന്നാണോ ആഗ്രഹം? വെറും ജാലവിദ്യ പഠിച്ച ഒരുത്തിന് കഴിയുന്നതാണ് നാവടക്കം. അത്ര നിസ്സാരമായി നമുക്ക് തോന്നുന്നില്ല. തോമ ദിവ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന അവിടത്തേക്ക് ഇങ്ങനൊരു ആപത്ത് വരാൻ പാടില്ല. ഈശ്വരഹിതം ആർക്കും മാറ്റാൻ സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ മറന്ന് അവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. അറിയാതെയുള്ള അപരാധമാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഇളവിക്കാനെങ്കിലും ദൈവത്തിന്റെ ഈ മധ്യസ്ഥം ശ്രമിക്കേണ്ടതായിരുന്നു. ശ്രമിക്കയില്ലെന്ന് എങ്ങനെ തീരുമാനിച്ചു? തിരുമേനി, തോമ ദിവ്യനായിരുന്നെങ്കിൽ അങ്ങയോട് അല്പമെങ്കിലും കാരുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ഓമന പുത്രിക്ക് ഇങ്ങനൊരവസ്ഥ വരികയില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ തോമയെ പറ്റി ആടിയത് ബലമായ സംശയമുണ്ട്. സംശയം? അതെ, ശത്രുചാരന്മാർ കൊട്ടാരത്തിനകത്ത് വരെ എത്തിയിരിക്കുന്നു മാഴ്വാൽ പറയുന്നു. അതുകൊണ്ട് യുദ്ധം നാശകരമാണ്, സമ്മതിക്കുന്നു. പക്ഷേ ശത്രുക്കൾ നമ്മെ ആക്രമിക്കുമ്പോൾ നാം അടങ്ങിയിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആത്മാർത്ഥതയോടാണെന്ന് അടിയന് തോന്നുന്നില്ല തിരുമേനി. വിക്രമൻ പറയുന്നതിന്റെ അർത്ഥം വ്യക്തമാണ്. നമ്മെ അടക്കിയിരുത്തിയാൽ ശത്രുക്കൾക്ക് ഈ രാജ്യം വേഗം കൈക്കലാക്കാം. പ്രഭു, തോമ വിദേശിയാണ്. ഭാരത സംസ്കാരം തന്നെ അദ്ദേഹത്തിന് പരിചിതമല്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായി വന്നിട്ടോ ദിവസങ്ങൾ തന്നെ ആയിട്ടില്ല. എന്നിട്ടും മാതൃഭാഷ പോലെ നമ്മുടെ ഭാഷ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഒരു സ്വദേശിനേക്കാൾ ഈ നാട് അദ്ദേഹത്തിന് പരിചിതമാണ്. ശരിയാണ്. നമുക്കും പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. അദ്ദേഹം വിദേശിയല്ല, ആരുടെയും ശിഷ്യനല്ല, സിദ്ധനും ദിവ്യനുമല്ല. വെറും ഒരു ശത്രുചാരൻ നമ്മെ നിർവീര്യരാക്കാൻ കണ്ടുപിടിച്ച ഒരു കുറുക്കുവിദ്യ, ഒരു പുതിയ വേഷം, അത്ര തന്നെ. എന്തോ നമുക്കൊന്നും തോന്നുന്നില്ല. തിരുമേനി, ഈ നാടിന്റെ ഭദ്രതയ്ക്ക് ഭംഗം വരാതെ കാത്തു സൂക്ഷിക്കാൻ ആടിയനും ബാധ്യസ്ഥനാണ്. നേരിട്ട് അങ്ങേക്ക് ഉത്തരവ് തരാൻ പ്രയാസമാണെങ്കിൽ ആ ചുമതല അടിയനെ ഏൽപ്പിക്കണം. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നല്ലതെന്ന് തോന്നുന്ന എന്തും ചെയ്യാൻ വിക്രമന് അധികാരമുണ്ടല്ലോ. അവിടുത്തെ തിരുവുള്ളൂ.